എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങളും ചരിത്ര നിമിഷങ്ങളുമൊക്കെ ഉറങ്ങുന്ന ഒട്ടേറെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. ഇന്ന് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ കൊച്ചിയിൽ നിന്നും ഉള്ള എത്തിഹാദ് എയർബസിലാണ് അബുദാബിക്ക് പോകുന്നത്. അബുദാബി ദുബായ് 2 ദിവസങ്ങളിലുണ്ടാകും. അതിനുശേഷം 17-ാം തീയതി അബുദാബിയിൽ നിന്ന് സമർഖണ്ഡിലേക്കും ഫ്ലൈറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളിലൊക്കെ തന്നെ നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം. ഇങ്ങനെ ഞങ്ങൾ അത്താണി ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. ഈ എയർവ്യൂ റെസിഡൻസിയിലാണ് ഞങ്ങളിന്ന് താമസിക്കുന്നത്. എയർപോർട്ടിന് തൊട്ട് മുന്നേ തന്നെയാണ് ഈ എയർവ്യൂ റെസിഡൻസി. ഇൻ്റർനാഷണൽ ടെർമിനലിന് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇത്ര അടുത്താണ് എയർപോർട്ട്. ഇതായി കാണുന്നതാണ് എയർപോർട്ട്. നടക്കാവുന്ന ദൂരത്തിലാണ്. അവിടെ തൊട്ട് മുമ്പിൽ തന്നെ കാണുന്നതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 3. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലേക്ക് നടക്കുകയാണ്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ്. എന്നാൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ഇൻ ചെയ്യണം. സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്യണം. ബാക്കി കാഴ്ചകളൊക്കെ ഇനി എയർപോർട്ടിൽ ചെന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ടെർമിനൽ 3യിൽ നിന്നാണ്. ടെർമിനൽ 3യിലേക്ക് ഒരു താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 200-300 മീറ്ററേ ഉള്ളൂ ആകെ. സെക്യൂരിറ്റി ചെക്കിങ്ങും ഇമിഗ്രേഷൻ ക്ലിയറൻസൊക്കെ കഴിഞ്ഞു. എർത്ത് ലോഞ്ചിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ബോർഡിങ്ങിനുള്ള കോള് വരണം. 9 മണിയാണ്. അതുവരെ ഇവിടെ ഇരിക്കുക. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. റെക്കോർഡിങ് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകും. സീറ്റ് കയറി 28A ആണ് സീറ്റ്. നല്ല ഫ്ലൈറ്റാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. A320 എയർബസ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബ്ലാങ്കറ്റും കുഷ്യനും എല്ലാം ഉണ്ട്. If you are required to evacuate the aircraft, leave all of your belongings behind and follow the cabin crew's instructions. في حالة الطوارئ، أرضية عمرة المضاءة سترشدكم إلى المخارج. تعليمات فتحة cabin crew for immediate assistance. Make sure that your seatbelt is securely fastened. الالتزام بهذه التعليمات يعتبر جريمة. استعدادا للإقلاع، يجب وضع أمتعتكم في الخزائن العلوية وأغراضكم الشخصية.
ഫ്രൈസ് ഉണ്ട്, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, ബണ്ണുണ്ട്. കടൽ ക്രോസ് ചെയ്ത് കരയുടെ മുകളിലേക്ക് വീണ്ടും എത്തി. കൃത്യം 4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. 9:50 പോന്നിട്ട് 1:50 ഇന്ത്യൻ സമയം 1:50 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ 12:30 ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് ദുബായിലേക്കാണ് പോകേണ്ടത്. ഇമിഗ്രേഷൻസൊക്കെ ക്ലിയർ ചെയ്തു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ ഗേറ്റ് നമ്പർ 7 ഓരോ മണിക്കൂർ ഇടവിട്ട് ദുബായിക്ക് ബസ്സുണ്ട്. അവിടുന്ന് ബസ്സിൻ്റെ ഒരു ടിക്കറ്റ് ഗേറ്റ് നമ്പർ 7 ബസ് വരുന്നത് ദുബായിക്കുള്ള. അവിടെ തന്നെ 5 ദിർഹം കൊടുത്താൽ ദുബായിക്കുള്ള ബസ് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതെടുക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി എയർപോർട്ട് കേട്ടോ. വളരെ ഹാസൽ ഫ്രീ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു, എല്ലാം കിട്ടി കൃത്യം. നമ്മളിവിടുന്ന് ദുബായിക്കുള്ള ബസ് ടിക്കറ്റ് എടുത്തു. 2 ടിക്കറ്റ് 35 70 AED ആണ് 2 ടിക്കറ്റിന്. അതായത് 70 ദിർഹമാണ് 2 ടിക്കറ്റിനുള്ളത്. ഇനി 2 മണിക്കാണ് ബസ് വരാനുള്ളത്. സിമ്മിൻ്റെ കാര്യം ഞങ്ങൾ എറ്റിസലാറ്റിൻ്റെ സിം നോക്കി. പക്ഷേ എറ്റിസലാറ്റിൻ്റെ സിം എയർപോർട്ടിൻ്റെ ഉള്ളിൽ 2 GB ഒരു മാസത്തേക്കുള്ള സിമ്മിന് ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ 1200 രൂപയോളം വരും. അപ്പോൾ അത് ഞങ്ങൾ തൽക്കാലം ഡ്രോപ്പ് ചെയ്തു. എയർപോർട്ടിൽ വൈഫൈ ഉണ്ട്, കോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. ഈ ബസ്സിലാണ് നമ്മൾ ദുബായിക്ക് പോകുന്നത്. ദുബായിലാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത്. 110 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് ഓരോ മണിക്കൂറിലും എയർപോർട്ടിലേക്ക് ബസ്സുണ്ട്. ഓരോ മണിക്കൂറിലും എയർപോർട്ടിലേക്ക് ബസ്സുണ്ട്. അങ്ങനെ 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇബിൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് മെട്രോയിൽ പോകണമെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പരിചയക്കാരും കൊണ്ട് വരാനുണ്ട്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ എത്തുമെന്ന് അറിയില്ല, കാരണം വൈഫൈ ഇല്ല, വിളിക്കാൻ പറ്റൂല. ദുബായ് മെട്രോ ആണ്. ഇവിടെ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷനും ഒക്കെ അടുത്തടുത്താണ്. ബിൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷൻ, ബിൻ ബത്തൂത്ത ബസ് സ്റ്റാൻഡ്, ബിൻ ബത്തൂത്ത മാള് എല്ലാം ഇവിടെ തന്നെ. യാത്ര കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു മോള് വന്നിട്ട് ദുബായിലേക്ക് വന്നിട്ട് ഇവിടുന്ന് പോരാ. ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ ഇവിടെ മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ എപ്പോഴും പോകുന്നത്. അതുപോലെ അവിടെ നിന്ന് പുറത്തിറങ്ങി സാറ് കൂടെ അവിടെ തന്നെ ഇങ്ങനെ 4 മണിക്ക് എത്തും ഫ്ലൈറ്റ്. 5 മണിക്ക് പുറത്തിറങ്ങി 6 മണി ബസ് കയറിയാൽ 8 മണിക്ക് വീട്ടിൽ എത്തും. ഞങ്ങൾ ഈ ബിൻ ബത്തൂത്ത മാളിൻ്റെ അടുത്ത്
കഴിഞ്ഞവരെ കാണിച്ചു തരാം. ഇപ്പം ദുബായ് ടൗണിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഫുഡ് കഴിക്കണം, ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ രാത്രിയിലത്തേക്ക് ഇന്നത്തെ പരിപാടി എന്തായാലും ഇവർക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദുബായ് ട്രെയിൻ. ജിജു ഫാമിലി ഉണ്ട്. ഇവരുടെ കുറേ കാലമായിട്ട് സെറ്റിൽഡാണ്. നമ്മുടെ അഷ്റഫ് സാറിൻ്റെ റിലേറ്റീവ്സ് ആണ്. സാറേ, ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ജിജു ഇവിടെ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നു. ഇവർ കോഴിക്കോടും ആണ് വീട്. എല്ലാ സഹായവും നമുക്ക് ചെയ്തു തന്നെ നമ്മളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഫുഡിന് കഴിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഇവിടെ ഒട്ടേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. മാത്രമല്ല ദുബായ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റാണ് ഈ കരാമ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകും. ഞങ്ങളെ കൊണ്ടുവന്നതും ഇനി റൂമിലേക്ക് വിടാൻ വരുന്നതൊക്കെ തന്നെ. അഷ്റഫ് സാറേ, നമുക്ക് രാത്രി ലൈഫ് ഒന്ന് നോക്കാം. ഇവിടെ എന്താന്ന് തലശ്ശേരി റെസ്റ്റോറന്റ്. പുട്ട്. ഇവിടെ നല്ല കച്ചവടം. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് കൂട്ടി പോയാൽ റീഗൽ പെനിൻസുലാർ ലോഡ്ജ് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അടിപൊളി റൂമാണ്. ഇനി രാത്രി ഞങ്ങൾ ടൗണിലേക്ക് ദുബായുടെ നൈറ്റ് ലൈഫ് നോക്കുന്നതിന് വേണ്ടി പോകും. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. റൂം നല്ല സൗകര്യമുള്ള റൂം. ബാത്റൂം. പിന്നെ അവർ രാത്രി ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടബടക്കം. ഞങ്ങൾ വൈകുന്നേരം
റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഇപ്പോൾ താമസിക്കുന്നതിനടുത്ത് അബ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇതൊരു ഗൾഫ് ക്രീക്കാണ്. അബ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്. ഇവിടുത്തെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നല്ല വൈബാണ് ഇവിടെ. കംപ്ലീറ്റ് ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ അബ്രയിൽ നിന്ന് കയറി ഒരു ബോട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം കയറാം. പൂക്കോട് കയറാത്ത 100 രൂപയാണ്. അബ്ര തടാകത്തിലുള്ള യാത്ര അല്ലേ? അവിടെയെല്ലാം പോയി അത് വേറൊരു ബോട്ടിൽ കയറിയിട്ട് തിരിച്ച് അൽ ഗുബൈബ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക്, അവിടെയാണ് ഞങ്ങളുടെ ഹോട്ടൽ, അങ്ങോട്ട് പോവുകയാണ്. 1 ദിർഹമേ ഉള്ളൂ ഈ ബോട്ട് യാത്രയ്ക്ക്. ഒരു സൈഡിലേക്ക് 1 രൂപ, ഇവിടുത്തെ 1 രൂപ. അങ്ങനെ അബ്രയിലെ ബോട്ട് സവാരിക്ക് ശേഷം ദുബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണമായ ബുർജ് ഖലീഫയും ദുബായ് മാളൊക്കെ കാണാൻ വേണ്ടി പോകുകയാണ്. ദുബായിലെ നൈറ്റ് എന്ന് പറയുന്നത് അതങ്ങനെ എനിക്ക് വിവരിച്ചു തരാൻ, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നിയോൺ വെളിച്ചങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ദുബായ് ടൗണിൻ്റെ രാജവീഥികളിലൂടെ ഞങ്ങളിങ്ങനെ ദുബായ് മാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബുർജ് ഖലീഫ എവിടെ നിന്നും കാണാവുന്ന രീതിയിലാണ് ബുർജ് ഖലീഫയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദുബായിയുടെ ഐക്കൺ എന്ന് പറയുന്നത് ബുർജ് ഖലീഫയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം വായിച്ചും കേട്ടും അറിഞ്ഞതിനെ നേരിട്ട് കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. വേറെ 1-2 കാര്യങ്ങളും കൂടെ ഈ യാത്രയുടെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു ട്രാൻസിറ്റ് വിസയിലെ ഞങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക്, അബുദാബിയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് മറ്റന്നാൾ വെളുപ്പിനാണ്. അപ്പം അബുദാബി ഇറങ്ങിയതൊട്ടടുത്തുള്ള ഒരു 48 മണിക്കൂർ ട്രാൻസിറ്റ് വിസയിലാണ് ഞങ്ങളിപ്പം അബുദാബിയിൽ ഇറങ്ങി ദുബായിലേക്ക് വന്ന് ദുബായിലെ കാഴ്ചകൾ കണ്ട് ഇന്ന് ദുബായിൽ സ്റ്റേ ചെയ്ത് നാളെ ദുബായിലെ ബാക്കി കാഴ്ചകളും കൂടെ കണ്ട് നാളെ മറ്റന്നാൾ വെളുപ്പിനാകുമ്പോഴത്തേനും അബുദാബി എയർപോർട്ടിൽ ചെന്ന് അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് സമർഖണ്ഡിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു ട്രാൻസിറ്റ് വിസയാണ്. 48 മണിക്കൂർ നേരത്തേക്കുള്ള ട്രാൻസിറ്റ് വിസ. വളരെ നോമിനൽ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ട്രാൻസിറ്റ് വിസ എടുത്തിട്ടുള്ളത്. UAE പൗരന്മാർക്കാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയുടെ ആവശ്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന മറ്റുള്ളവർക്ക് അതിന് പ്രശ്നമില്ല. നമ്മൾ UAE സിറ്റിസൺസോ അല്ലെങ്കിൽ നമുക്ക് UAE ID കാർഡോ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ട്രാൻസിറ്റ് വിസ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് വിസ ഓൾറെഡി തന്നെ ഉസ്ബെക്കിസ്ഥാൻ വിസ കിട്ടിയപ്പോൾ തന്നെ ട്രാൻസിറ്റ് വിസയും എടുത്തിരുന്നു 48 മണിക്കൂറിൻ്റെ. അതേപോലെ തന്നെ ഈ 42 മണിക്കൂർ എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ, അതല്ല ആ ട്രാൻസിറ്റ് വിസയുടെ കാലാവധി തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തന്നെ ഞങ്ങളൊരു 48 മണിക്കൂറിൻ്റെ ട്രാൻസിറ്റ് വിസ UAE വിസ എടുക്കും. കാരണം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അബുദാബിയിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്, അതുകൊണ്ട് അങ്ങനെ എടുക്കും. അപ്പോൾ ആ കാഴ്ച അതാണ് എനിക്ക് അങ്ങനെ പോകാൻ ഉള്ളവരോട് പറയുന്നത്. 1-2 രാജ്യങ്ങളിലേക്ക് പോകാനുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ട്രാൻസിറ്റ് വിസ, ചെറിയ എമൗണ്ട് കൊടുത്ത് ട്രാൻസിറ്റ് വിസ എടുത്താൽ പോലും എയർപോർട്ടിൽ പുറത്തിറങ്ങി നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ വേണ്ടി സാധിക്കും. അപ്പോൾ ഞങ്ങൾ ദുബായ് മാളിലേക്കും അതോടെ തന്നെ ബുർജ് ഖലീഫയൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ ദുബായ് മാളിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളതിന് തൊട്ട് മുമ്പിൽ തന്നെയുള്ള ബുർജ് ഖലീഫയിലേക്ക് പോകുന്നത്. ആ കാഴ്ചകൾ നമുക്ക് കാണാം.
ദുബായിയുടെ രാത്രി സൗന്ദര്യവും ബുർജ് ഖലീഫയിലെയും ദുബായ് മാളിലെയും മാസ്മരിക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ബാക്കി ദുബായ് കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ പോകാം. എന്താണെങ്കിലും വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും നമുക്ക് ഇന്ന് തന്നെ ദുബായിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് യാത്രയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടറായിട്ട് കാണുന്നു. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ പോകാം. എല്ലാവർക്കും ശുഭരാത്രി.